ചിന്തയുടെ പാസ്പോർട്ടാണ് മോഹൻലാൽ മക്കൾക്ക് നൽകിയത്. അതുമായി മകൻ പ്രണവ് ആദ്യം ലോകം ചുറ്റാനിറങ്ങി. ഇപ്പോഴിതേ മകൾ വിസ്മയ മോഹൻലാലും മലയാള ചലച്ചിത്ര ലോകത്ത് വിസ്മയമാകുന്നു. തായ്ലാന്റിലെ സുന്ദരമായ കോ സമൂഹ ദ്വീപിൽ ആയോധന കല പഠിച്ചും കവിത എഴുതിയും കഴിഞ്ഞ വിസ്മയ സിനിമയിലെത്തിയതോടെ മലയാളികൾക്ക് ഒരു നടിയെ കൂടി ലഭിച്ചിരിക്കുകയാണ്. യുവത്വം വ്യത്യസ്തമായി വീക്ഷിക്കുന്ന പേരാണ് വിസ്മയ. സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ മഴവില്ലുകൾ അവർ ജീവിതത്തിൽ എവിടെയൊക്കെയോ പൊട്ടിക്കുന്നുമുണ്ട്. ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കത്തിലൂടെയാണ് വിസ്മയ വിസ്മയമായി മാറിയിരിക്കുന്നത്. വിസ്മയ തായ്ലാന്റിൽ താമസം തുടങ്ങിയിട്ട് 6 വർഷമായി. ഒരു കൊച്ചു കേരളമാണ് കോ സമൂയി. രണ്ടാമത്തെ വലിയ ദ്വീപ്. തെങ്ങുകളും വെള്ളച്ചാട്ടങ്ങളും കടുംനീല കടലുമൊക്കെയുണ്ട് അവിടെ. വിസ്മയ ഒരു ഫ്രീ ബേഡാണ്. കോവിഡ് കാലം മറക്കാനാവില്ലെന്ന് വിസ്മയ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. രാത്രി നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. ടോയാം സൂപ്പ്, സൂപ്പർ എരിവും പുളിയുമുള്ള ആഹാരമെല്ലാം വിസ്മയയ്ക്ക് വലിയ ഇഷ്ടമാണ്. ലാലേട്ടന്റെ പിറന്നാൾ ഒരിക്കൽ അവിടെ ആഘോഷിച്ചുവെന്നും അന്ന് സുചിത്രയെ പിന്നിലിരുത്തി വിസ്മയ സ്കൂട്ടർ ഓടിച്ചു. ആദ്യമായാണ് സുചിത്ര സ്കൂട്ടറിന്റെ പിന്നിൽ കയറുന്നത്. ആദ്യമൊക്കെ പേടിച്ച് കണ്ണടച്ചിരുന്നു. ഒരു 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഓക്കെയായി. ഹോളിവുഡ് സീരീസ് വൈറ്റ് ലോട്ടസ് ഈ ദ്വീപിലാണ് ഷൂട്ട് ചെയ്തത്. അത് കണ്ട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്നും വിസ്മയ പറഞ്ഞു. തായ്ലാന്റ് മൊയ്തായ് പഠിച്ച എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോഴും വിസ്മയയ്ക്ക് 100 നാവാണ്. നമ്മുടെ കളരി പോലെയാണ് തായ്ലാന്റ് മൊയ്തായ്. തായ്ലാന്റിന്റെ ആയോധന കലയായ മൊയ്തായ് കൈമുട്ട്, മുട്ടുകാൽ എന്നിവയാണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിവേഗത്തിലാണ് നീക്കങ്ങൾ ഉണ്ടാവുക. ഒരിക്കൽ മൊയ്തായ് പരിശീലിക്കുന്നത് കണ്ടാണ് വിസ്മയയും അതിലേക്ക് എത്തിയത്. വിസ്മയയുടെ കോച്ച് അയർലൻഡിൽ നിന്ന് വന്ന് മൊയ്തായ് ജിം നടത്തുന്നയാളാണ്. പ്രണവ് ഊട്ടിയിൽ പഠിച്ചതുകൊണ്ടാണ് വിസ്മയയ്ക്കും ഊട്ടി സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹം തോന്നിയത്. 8ാം വയസ്സിൽ 3ാം ക്ലാസ്സിലാണ് അവിടെ ചേർന്നത്. വിസ്മയയെ ഹോസ്റ്റലിൽ വിട്ട് അമ്മ തിരികെ പോരാൻ തുടങ്ങിയപ്പോൾ വിസ്മയയുടെ മട്ടുമാറി. അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആ കരച്ചിൽ കാരണം ഒറ്റ ദിവസം കൊണ്ട് വിസ്മയ സ്കൂളിൽ ഫേമസ് ആയി. വിസ്മയയെ ബിൽഡപ്പ് ചെയ്തതിൽ പ്രധാന പങ്ക് ഊട്ടി സ്കൂളിനുമുണ്ട്. വായനയിൽ, പ്രകൃതിയോടുള്ള ഇഷ്ടത്തിലെല്ലാം മാറ്റങ്ങൾ വരുത്തിയത് ഊട്ടിയിലെ പഠനമാണ്. അവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ മടിയായിരുന്നു. എന്നാൽ സ്കൂളിലെത്തി കൂട്ടുകാരെ കണ്ടാൽ പിന്നെ വീട്ടുകാരെ മറക്കും. സ്കൂൾ കഴിഞ്ഞ കാലത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ എഴുതിയതാണ് വിസ്മയയുടെ കവിത. രാജ്യാന്തര പ്രസാധകരായ പെൻഗ്വിൻ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി. കവി റോസ്മേരിയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അമിതാഭ് ബച്ചൻ പുസ്തകത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ പുസ്തകവും എഴുതി തീർത്തു. അതും കവിതയാണ്. വിസ്മയ നല്ലൊരു പെറ്റ്സ് പ്രേമി കൂടിയാണ്. കാസ്പറും വിസ്കിയും മാത്രമല്ല, വേറെ 2 വളർത്തു നായ്ക്കൾ കൂടിയുണ്ട് വിസ്മയയ്ക്ക്. അവരെല്ലാം തന്നെ ചെന്നൈയിലെ വീട്ടിലാണ്. കൊച്ചിയിലെ വീട്ടിൽ ലാലിന് പ്രിയപ്പെട്ട സിംഹയും ഇസയുമുണ്ട്. അതെല്ലാം പൂച്ചകളാണ്. ഇസ് എന്ന ഇസബെല്ല ബംഗാൾ ക്യാറ്റാണ്. പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്നത് വിസ്മയയ്ക്ക് ഇഷ്ടമല്ല. അവ പറന്ന് നടക്കട്ടെ. തത്തമ്മകളെ ഇഷ്ടമാണെങ്കിലും കൂട്ടിലിട്ട് വളർത്താൻ താല്പര്യമില്ല. ചെന്നൈയിലെ വീടിനു മുന്നിൽ വിസ്മയ പതിവായി ഭക്ഷണം കൊടുക്കുന്ന നായ്ക്കളുണ്ട്. പലതിനും ഓഷ്യൻ ബ്ലൂ, സ്കൈ എന്നൊക്കെ പേരിട്ടിട്ടുമുണ്ട്. വിസ്മയ തായ്ലാന്റിലുള്ളപ്പോൾ ചെന്നൈയിലെ നായ്ക്കൾക്ക് സുചിത്ര ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ എടുത്തയച്ചു കൊടുക്കണമെന്നത് നിർബന്ധമായിരുന്നു. അത് ലാലും സുചിത്രയും അക്ഷരം